തൻ്റെ ഇരക്ക് മുകളിലേക്ക് ചാടി അതിനെ കടിച്ചു കീറി ഭക്ഷണമാക്കുന്ന ഹിംസ്ര ജന്തുക്കളുണ്ട് അല്ലേ? എന്നാൽ അവർക്കും അവരുടെ സ്വന്തം സന്താനങ്ങളോട് വലിയ സ്നേഹമായിരിക്കും, വാത്സല്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ 100 ഭാഗമാക്കി അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. ആ റഹ്മത്ത് കൊണ്ടാണ് സ്വന്തം ഉമ്മ മക്കളോട് കാരുണ്യം കാണിക്കുന്നത്, പിതാവിന് തൻ്റെ മക്കളോട് വാത്സല്യം തോന്നുന്നത്, ഏത് ജീവികളാണെങ്കിലും അവരുടെ സന്താനങ്ങളോട് വാത്സല്യം തോന്നുന്നു. അങ്ങനെയുള്ള പരസ്പരം സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഒക്കെ കാണിക്കുന്നത് ഈ ഒരൊറ്റ റഹ്മത്ത് കാരണത്താലാണെങ്കിൽ ബാക്കി 99 അല്ലാഹു തആല നീക്കി വച്ചിരിക്കുന്നത് ആഖിറത്തിലേക്കാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണല്ലോ നമ്മൾ. ആ റഹ്മത്ത് നമ്മൾ ഈ മാസത്തിൽ പ്രത്യേകമായി ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ.